കരിങ്കടൽ തീരത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു റഷ്യൻ മുങ്ങിക്കപ്പലിനെ കടൽ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തെന്ന് അവകാശപ്പെടുകയാണ് ഉക്രൈൻ. കരിങ്കടൽ തീരത്തെ റഷ്യൻ ശക്തി കേന്ദ്രമായ നോവോ റോസിസ്കിലെ അനേകം കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന നാവിക താവളത്തിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിന്റെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈന്റെ ഈ വാദം ശരിയാണെങ്കിൽ അത്തരത്തിലുള്ള ലോകത്തെ ആദ്യത്തെ ആക്രമണം ആണിത്. ഉക്രൈന്റെ ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുങ്ങിക്കപ്പൽ തകർന്നിട്ടില്ല എന്നാണ് റഷ്യയുടെ അവകാശവാദം. ഉക്രൈന്റെ രഹസ്യ ഡ്രോണായ സബ്സി ബേബിയാണ് മുങ്ങിക്കപ്പലിനെ ആക്രമിച്ചത്. റഷ്യൻ അധിനിവേശത്തിന് ശേഷം വികസിപ്പിച്ച ഈ ഡ്രോണിന്റെ നിയന്ത്രണം ഉക്രൈന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസിലാണ്. ഈ ഡ്രോണിനെ പറ്റി വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്ത് ലഭ്യമായിട്ടുള്ളൂ. വർഷവ്യാങ്ക ഗണത്തിൽപ്പെട്ട റഷ്യൻ മുങ്ങിക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുന്നു. 52 നാവികർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. 74ഓളം മീറ്റർ നീളമുള്ള കപ്പൽ $40 കോടി അമേരിക്കൻ വിലമതിക്കുന്നതാണ്. കടലിലെ ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഇപ്പോൾ ഉക്രൈന്റെ പ്രധാന തന്ത്രം. സിബേബി വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകൾ കൂടാതെ ടെലോക്ക TLK 150, ടെലോക്ക TLK 1000 എന്നീ കടൽ ഡ്രോണുകളും ഉക്രൈന്റെ പൈയിലുണ്ട്. 50 കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കുന്നതാണ് TLK 150. അതേസമയം 5000 കിലോഗ്രാമാണ് TLK 1000ന്റെ ശേഷി. ഉക്രൈൻ പറയുന്നത് ശരിയാണെങ്കിൽ ലോകത്ത് ആദ്യമായാണ് ഒരു മുങ്ങിക്കപ്പൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിന് ഇരയാകുന്നത്. റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ രൂപകൽപ്പന ചെയ്ത ഡ്രോണാണ് ആക്രമണം നടത്തിയത്. ഉക്രൈൻ പുറത്തുവിട്ട വീഡിയോയുടെ സ്ഥാനം തുറമുഖത്തിന്റെ മാപ്പുമായി ഒത്തുനോക്കി പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാവികസേനയുടെ കാര്യത്തിൽ റഷ്യയെ അപേക്ഷിച്ച് വളരെ പിന്നിലാണെങ്കിലും ഉക്രൈൻ തദ്ദേശീയമായി നിർമ്മിച്ച കടൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യയുടെ കരിങ്കടൽ കപ്പൽ വ്യൂഹത്തെ നിരന്തരം ആക്രമിക്കുകയും അധിനിവേശ ക്രിമിയയിലെ സെവാസ്റ്റോപോൾ പോലുള്ള പ്രധാന തുറമുഖങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ റഷ്യൻ സേനയെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഈ കനത്ത ആക്രമണങ്ങളെ തുടർന്നാണ് റഷ്യ തങ്ങളുടെ പല യുദ്ധക്കപ്പലുകളും ക്രിമിയയിൽ നിന്ന് റഷ്യയുടെ തെക്കൻ ഭാഗത്തുള്ള നോവോ റോസിസ്കിലേക്ക് മാറ്റിയത്. ഈ ആക്രമണത്തിന് ഇരയായ ഡീസൽ ഇലക്ട്രിക് മുങ്ങിക്കപ്പലും ഇത്തരത്തിൽ മാറ്റിയ കപ്പലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. നേരത്തെ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഉക്രൈൻ നാവികസേനയുടെ ഏറ്റവും വലിയ കപ്പൽ റഷ്യൻ നാവികസേനയുടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ തകർന്നിരുന്നു. 10 വർഷത്തിനിടെ ഉക്രൈനിൽ കമ്മീഷൻ ചെയ്ത് സിംഫെറോപോൾ എന്ന കപ്പലാണ് ഈ ആക്രമണത്തിൽ തകർത്തത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് അക്കാര്യം അന്ന് സ്ഥിരീകരിച്ചത്. ഉക്രൈനിലെ ഒഡേസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാന്യൂബ് നദിയുടെ തീരത്തിനടുത്താണ് ആ കപ്പൽ തകർത്തതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവിച്ചു. റേഡിയോ, ഇലക്ട്രോണിക്, റഡാർ, ഒപ്റ്റിക്കൽ നിരീക്ഷണത്തിനായി ഡിസൈൻ ചെയ്ത ലഗുണ ക്ലാസ്സിൽപ്പെടുന്ന കപ്പലാണിത്. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഉക്രൈൻ നാവിക കപ്പലിനെ ആക്രമിച്ച ആദ്യത്തെ സംഭവം കൂടിയായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റിൽ ഉണ്ടായത്.